ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഫ്രീ വെർഷനിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കേട്ട ആ ഒരു ഓഡിയോ ആണ് ഈ കിടക്കുന്നത്, അതായത് നോയ്സ് ഉള്ള ഓഡിയോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്ന നോയ്സ് എന്ന് പറയുന്നത് എൻ്റെ ടേബിൾ ഫാനിൻ്റെ ആ ഒരു സൗണ്ടാണ് നിങ്ങളതിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സായിട്ട് കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ള നോയ്സൊക്കെ ഡാവിഞ്ചി റിസോൾവിൻ്റെ ഫ്രീ വെർഷനിൽ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഓഡിയോ ടൈം ലൈനിൽ വലിച്ചിട്ട ശേഷം നിങ്ങളിവിടെ ഫെയർലൈറ്റ് പേജ് ഉണ്ടാവുമല്ലോ, മ്യൂസിക്കിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുള്ള ആ ഒരു ഫെയർലൈറ്റ് പേജിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആദ്യം നമുക്ക് ഈ ഒരു ഓഡിയോ കുറച്ചൊന്ന് വലുതാക്കി വയ്ക്കാം. അതിനായിട്ട് ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി, ടൈം ലൈൻ ഒന്ന് വലുതായി വരും. അതിനുശേഷം നിങ്ങളുടെ ഓഡിയോയിൽ എവിടെയാണ് നോയ്സ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. അതായത് നിങ്ങളുടെ ശബ്ദമല്ലാതെ നോയ്സ് എവിടെയാണോ ഉള്ളത്, നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നോയ്സ് ഓഡിയോയിൽ എവിടെയെങ്കിലും കാണും. ആ ഒരു ഭാഗം ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. എൻ്റെ ഓഡിയോയിൽ ഈ ആദ്യം കാണുന്ന ഇത്രയും നോയ്സാണ്. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അത്രയും ഭാഗം നോയ്സാണ്. അതിനുശേഷം എൻ്റെ സൗണ്ട് വരുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കും കുറച്ചൊക്കെ നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഓഡിയോയിലും കുറച്ച് ഭാഗം ഇത് കണക്ക് നമ്മുടെ സൗണ്ട് ഇല്ലാതെ നോയ്സായിട്ട് കാണും. ആ ഒരു ഭാഗം ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടുപിടിച്ചു. എൻ്റെ ഈ ഓഡിയോയിൽ ആദ്യമാണ് നോയ്സ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഫക്റ്റ് എന്ന് കാണും. ഈ ഒരു എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫെയർലൈറ്റ് എഫക്ട്സ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോയ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ എന്നും പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് കിട്ടും. അതിനെ വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ഓഡിയോയിൽ അങ്ങ് വിട്ടുകൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു വിൻഡോ വരും. ഓക്കെ, ഈ ഒരു വിൻഡോ ഇങ്ങനെ സൈഡിലോട്ടാക്കിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓഡിയോയിൽ എവിടെയാണ് നോയ്സ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വിൻഡോയിൽ ഈ ഒരു ഭാഗത്തായിട്ട് ലേൺ എന്നും പറഞ്ഞ് കാണാം. ഓക്കെ, അതായത് ഓട്ടോ സ്പീച്ച് മോഡിൻ്റെയും മാനുവലിൻ്റെയും തൊട്ടുപുറത്തായിട്ട് ലേൺ എന്നും പറഞ്ഞ് കാണാം. ഈ ഒരു ലേൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സിമ്പിളായിട്ട് ഇതുകൊണ്ട് നീക്കി വെച്ചിട്ട് നോയ്സ് ഉള്ള ഭാഗം മാത്രം ഒന്ന് പ്ലേ ചെയ്യുക. നിങ്ങളുടെ ഓഡിയോ അതിനകത്ത് വരാനേ പാടില്ല, നിങ്ങളുടെ വോയിസോ ഒന്നും അതിനകത്ത് വരാൻ പാടില്ല. ആ നോയ്സിൻ്റെ ഭാഗം മാത്രം ഒന്ന് പ്ലേ ചെയ്യാം. അതായത് വോയിസ് എത്തുന്നതിന് മുമ്പ് സ്റ്റോപ്പും ചെയ്യുക. മനസ്സിലായോ? ഞാൻ അവിടെ പ്ലേ ചെയ്യാൻ പോവാണേ. അതായത് ആ ഒരു ഓഡിയോയിലുള്ള നോയ്സ് ഉള്ള ഭാഗം മാത്രം പ്ലേ ചെയ്തു. എൻ്റെ സൗണ്ട് വരുന്നതിന് മുമ്പേ ഞാൻ അത് സ്റ്റോപ്പും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. ഈ ഒരു ഗ്രാഫിൻ്റെ ഭാഗത്ത്, നമ്മുടെ ഓഡിയോ ലെവൽ കാണിക്കുന്ന ഗ്രാഫിൻ്റെ ഭാഗത്ത് ഓൾറെഡി ഒരു ഗ്രാഫ് വരച്ചെടുത്തിട്ടുണ്ട്. എവിടെയാണ് ആ നോയ്സ് ഉള്ളതെന്നുള്ള ഗ്രാഫ് ഓൾറെഡി വരച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ ലേൺ എന്നുള്ളതങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ നേരത്തെ കേട്ട നോയ്സും ഇപ്പം കേട്ട നോയ്സും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞാനത് ഓഫ് ചെയ്യാണ്, നോയ്സ് റിഡക്ഷൻ ഓഫ് ചെയ്യാണ്. ഇനി പ്ലേ ചെയ്യട്ടെ. സൗണ്ട് കേട്ടോ. ഇനി ഞാൻ ഒന്നുകൂടി ഇത് നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ട് പ്ലേ ചെയ്ത് തരാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നോയ്സ് റിഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടി നോയ്സ് റിഡക്ഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ആയിട്ട് കാണുന്ന ത്രെഷോൾഡ് കണ്ടോ, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോയ്സ് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒന്നാണ് ഈ കാണുന്ന ഔട്ട്പുട്ട് കണ്ടോ, അതിലുള്ള ഡ്രൈവറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഇതിൻ്റെ ലെവലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നോയ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരിക്കലും ഇതൊന്നും എക്സ്ട്രീം ലെവലിലോട്ട് കൊണ്ടുപോകാൻ നോക്കരുത്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റോബോട്ടിക് വോയിസ് ആയിട്ട് കൺവേർട്ട് ആവുന്ന നമുക്കൊരു ഫീല് തോന്നി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങളുടെ ഓഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓട്ടോ സ്പീച്ച് മോഡ് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡാവിഞ്ചി റിസോൾവ് തന്നെ അത് കുറയ്ക്കാനായിട്ട് നോക്കും. പറ്റിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫ്രീ വെർഷനിൽ ചെയ്യാൻ അറിയാമെങ്കിൽ ഇപ്പം തന്നെ പോയി കമൻറ്റ് ചെയ്തോ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.